കേരളത്തെ ഞെട്ടിച്ച വീണ്ടും ഒരു ദുരൂഹ മരണം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരിൽ ഒരു യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വലിയ ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തൊടുപുഴ ഉടമ്പന്നൂർ പാറത്തോട് ഇഞ്ചപ്ലാക്കിൽ മീനാക്ഷിയും ഉടമ്പന്നൂർ മാനക്കത്തോട് സ്വദേശി ശിവഘോഷ് എന്നിവരാണ് മരിച്ചത്. ഒരു പ്രണയബന്ധത്തിലെ തർക്കമാണ് ഈ ഇരട്ട മരണങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. തൊടുപുഴയിൽ നിന്ന് 5 കിലോമീറ്ററോളം അകലെയുള്ള ഉടുമ്പന്നൂരിലെ പാറക്കവലയിലാണ് സംഭവം. ദിവസങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന 19 വയസ്സുകാരനായ ശിവഘോഷിനെയും ഇയാളുടെ സുഹൃത്ത് മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മീനാക്ഷിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശിവഘോഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരണം നടന്ന വീട്ടിൽ ശിവഘോഷും അമ്മയും സഹോദരയും മാത്രമാണ് താമസിച്ചിരുന്നത്. സംഭവം നടക്കുന്ന ദിവസം ശിവഘോഷിന്റെ അമ്മ ജോലിക്ക് പോയ സമയത്താണ് മീനാക്ഷി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. തുടക്കത്തിൽ ഒരാളുടെ മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ശിവഘോഷിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ബന്ധുവായ ആദർശ് വീട്ടിലെത്തി അന്വേഷിക്കുകയായിരുന്നു. മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ശിവഘോഷിനെ കണ്ട ആദർശ് ഉടൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. ശിവഘോഷിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് പോലീസ് എത്തി വീടിനകത്ത് നടത്തിയ പരിശോധനയിലാണ് ശുചിമുറിയിൽ മീനാക്ഷിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. കഴുത്തിൽ ഞെരിച്ചതിന്റെ പാടുകൾ വ്യക്തമായിരുന്നു. ഞങ്ങൾ സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ശുചിമുറിയിൽ യുവതിയുടെ മുഖം വ്യക്തമല്ലാത്ത രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവർ ഇവിടെ കുറച്ച് ദിവസങ്ങളായി താമസിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഒന്നും അറിയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മരണപ്പെട്ട ഇരുവരും അടിമാലി കൊന്നത്തോഴി സ്വദേശികളാണ്. ഒരേ സ്കൂളിൽ പഠിച്ച ഇവർ അന്നു മുതൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇവരുടെ സൗഹൃദം പ്രണയമായി വളർന്നു. ഈ അടുത്ത് ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇരുവരും തമ്മിൽ നടന്ന ഒരു തർക്കമാണ് ഈ ദാരുണമായ കൊലപാതകത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി കരിമണ്ണൂർ പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുകയാണ്. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾക്ക് ശേഷം മാത്രമേ മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കൂ. ഈ കേസ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പ്രണയ ദുരന്തത്തിന്റെ ഓർമ്മകൾ വീണ്ടും കൊണ്ടുവരുന്നു. തൊടുപുഴ ഉടുമ്പന്നൂരിൽ നടന്ന ഈ ദാരുണമായ സംഭവം പ്രണയബന്ധങ്ങളിലെ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. വൈകാരികമായ സംഘർഷങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഇതൊരു ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൗൺസിലിംഗിന്റെയും മാനസികാരോഗ്യ വിദഗ്ധരുടെയും സഹായം തേടുന്നതിന്റെ ആവശ്യകത ഇത് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം ഫലവും പുറത്തു വന്നാൽ മാത്രമേ ഈ ദുരൂഹതകൾക്ക് പൂർണ്ണമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. ഈ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യത്തിനും പരസ്പര പിന്തുണയ്ക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെയും വൈകാരിക പ്രശ്നങ്ങളെയും ഒറ്റയ്ക്ക് നേരിടാതെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രണയവും സൗഹൃദവും എല്ലാം ജീവിതത്തിന് സൗന്ദര്യം നൽകുന്നവയാണ്. എന്നാൽ അതിൽ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ തളരാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമ്മൾ ഓരോരുത്തരും ആർജിക്കണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. അവരുടെ പ്രശ്നങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കുക. ഒരു ചെറിയ വാക്ക് മതി ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ. നമുക്ക് കൂടുതൽ സ്നേഹവും പിന്തുണയുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുത്താൻ ശ്രമിക്കാം. ഈ ദാരുണമായ സംഭവം ഇരുവരുടെയും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അതീവ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ ജീവിതം ആരംഭിച്ച 2 ചെറുപ്പക്കാരുടെ അപ്രതീക്ഷിതമായ ഈ മരണം അവരുടെ പ്രിയപ്പെട്ടവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. വൈകാരികമായി തകർന്ന അവസ്ഥയിലുള്ളവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും നമുക്ക് സാധിക്കണം. ഈ സംഭവം കേരളത്തിലെ യുവതലമുറ നേരിടുന്ന മാനസിക സംഘർഷങ്ങളുടെ ഒരു നേർചിത്രം കൂടിയാണ്. പ്രണയബന്ധങ്ങളിലെ പരാജയവും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക സമ്മർദ്ദങ്ങളും പലപ്പോഴും കൗമാരക്കാരെയും യുവാക്കളെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. ഇത്തരം വിഷയങ്ങളിൽ തുറന്ന സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും മാനസികാരോഗ്യപരമായ സഹായങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ അടിയന്തരമായ ആവശ്യമാണ്. ചുരുക്കത്തിൽ ഈ സംഭവം ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൈകാരികമായ പ്രശ്നങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നും ഉള്ള സന്ദേശം പ്രചരിപ്പിക്കാൻ ഈ ദുരന്തം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാകണം.